നമ്മുടെ കേരള സർക്കാർ ഇന്നലെ പുതിയതായി ആവിഷ്കരിച്ച പ്രിയദർശിനിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത്. സ്ത്രീ ശാക്തീകരണവും സ്ത്രീകളുടെ ജീവിതത്തിൽ സ്വതന്ത്ര സഞ്ചാരാവകാശവും ഉറപ്പുവരുത്തുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെയാണ് കേരള സർക്കാർ ഈ പദ്ധതിക്ക് പ്രിയദർശിനി പദ്ധതി എന്ന് പേരിട്ടത്. അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്ന ഒരു പദ്ധതി കൂടിയാണിത്. ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് യാത്രാ ചെലവ് കുറയും, വിദ്യാർത്ഥിനികൾക്ക് കൂടുതൽ സഹായകരം, ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് കൂടുതൽ സഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ കുടുംബത്തിന്റെ പ്രതിമാസ ചെലവിൽ കുറവ്. ഇങ്ങനെ പല ആശയങ്ങളും മുൻനിർത്തിയാണ് കേരള സർക്കാർ പ്രിയദർശിനി എന്ന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഇപ്പം പ്രിയദർശിനി പദ്ധതി എന്തിനു വേണ്ടിയുള്ളതാണ്, അല്ലെ എന്താണ് കാര്യം എന്ന് ഏകദേശം നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇന്നലെയാണ് നമ്മുടെ ഈ പ്രിയദർശിനി പദ്ധതി സർക്കാർ ഉദ്ഘാടനം ചെയ്തത്. അപ്പം അതിനുശേഷം നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടു. ഓരോ സ്ഥലത്തെ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ, അതുപോലെ മറ്റ് പാർട്ടിക്കാർ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു, ഓരോ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന ഒരു വീഡിയോസിലൂടെ. അതോടൊപ്പം തന്നെ പുരുഷന്മാർ പ്രശ്നം ഉണ്ടാക്കുന്നു, മറ്റ് ബസ് ജീവനക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം നമ്മൾ പല വീഡിയോസായിട്ട് നമ്മൾ കണ്ടു. അപ്പം അതിൻ്റെ അകത്ത് ഇപ്പോഴും ഈ പ്രിയദർശിനി പദ്ധതി ആർക്ക് വേണ്ടിയുള്ളതാണ്, അല്ലെ ആരെ ഉദ്ദേശിച്ചാണ് സർക്കാർ ഇങ്ങനൊരു പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് അറിയില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അതുപോലെ സ്ത്രീകളുടെ ഇടയിൽ തന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അവർക്കെല്ലാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിൽ കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇന്നലെ ആവിഷ്കരിച്ച പ്രിയദർശിനി പദ്ധതി അത് കൂടുതലായിട്ടല്ല, അത് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും സ്ത്രീകളെയും അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള വ്യക്തികളെയും മാത്രം ഉദ്ദേശിച്ചാണ് പ്രിയദർശിനി എന്നുള്ള പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പം അത് സാധാരണ നമ്മൾ എല്ലാ ട്രാൻസ്പോർട്ട് ബസ്സിലും നമുക്ക് കയറി യാത്ര ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകമായി അതിന് സജ്ജീകരിച്ചിരുന്ന ഓർഡിനറി ബസ്സുകളിൽ മാത്രം, അല്ലെങ്കിൽ പ്രിയദർശിനി സ്റ്റിക്കറുകൾ അടിച്ചിരിക്കുന്ന ബസ്സുകളിൽ മാത്രമേ ഈ ഒരു ആനുകൂല്യം സ്ത്രീകൾക്ക് ലഭിക്കത്തുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതുപോലെ പുരുഷന്മാരെ സംബന്ധിച്ച്, പുരുഷന്മാർ നേരത്തെ എങ്ങനെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ യാത്ര നമ്മൾ തുടരണം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ടുള്ള ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ യാത്ര തുടരണം. സ്ത്രീകൾക്ക് മാത്രമായിരിക്കും ഈ ഒരു ആനുകൂല്യം സർക്കാർ നൽകുന്നത്. പക്ഷേ ഈ ഒരു ആനുകൂല്യം നൽകുന്നു എന്ന് പറഞ്ഞാലും നിങ്ങൾ ബസ്സിൽ കയറുന്ന സ്ത്രീകൾ ഉറപ്പായിട്ടും ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ 0 ഫെയർ ടിക്കറ്റ് കണ്ടക്ടർ എന്ന് എഴുതി മേടിക്കണം. നിങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ പാലാ ടു കോട്ടയമാണ് പോകുന്നതെങ്കിൽ കോട്ടയം കഴിഞ്ഞ് നിങ്ങൾക്ക് കുമരകത്തേക്ക് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കോട്ടയത്തിന് ശേഷം 1-2 സ്റ്റോപ്പ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ പാലാ ടു കോട്ടയമാണ് പോകുന്നതെങ്കിൽ പാലായിൽ നിന്ന് കോട്ടയം ചെല്ലുമ്പോൾ നിങ്ങൾ ബസ്സിൽ നിന്നും ഇറങ്ങിയിരിക്കണം. നിങ്ങൾ എങ്ങോട്ടാണോ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് ആ സ്ഥലം വരെ നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള അവകാശം സർക്കാർ തരുന്നുള്ളൂ. അതിനുശേഷം നിങ്ങൾ യാത്ര ചെയ്യണം എന്നുണ്ടെങ്കിൽ കോട്ടയം ടു കുമരകം നിങ്ങൾ അടുത്ത 0 ഫെയർ ടിക്കറ്റ് നിങ്ങൾ എടുത്തിരിക്കണം. ആ ടിക്കറ്റ് എടുക്കാത്ത പക്ഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫൈൻ ഈടാക്കുന്നതായിരിക്കും. ചെക്കിങ് വന്നു കഴിഞ്ഞാൽ കണ്ടക്ടേഴ്സിനും ഈ ഒരു ഫൈൻ ബാധകമാണ്. അത് 500 രൂപ വരെ ആ ഒരു ഫൈൻ നൽകും എന്നാണ് സർക്കാർ അറിയിപ്പ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ കൈവശം ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ID കാർഡ്, അങ്ങനെ എന്തെങ്കിലും കുറച്ച് ലൈസൻസിൻ്റെയോ അപ്പം അങ്ങനെ കുറച്ച് തിരിച്ചറിയൽ കാർഡുകളും രേഖകളും ഏതെങ്കിലും ഒരെണ്ണമായിട്ട് സൂക്ഷിക്കണം എന്നും ഒരു വാദവും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതുപോലെ കണ്ണി കണ്ട ബസ്സിൽ ചാടിക്കയറാൻ പറ്റത്തില്ല. പ്രിയദർശിനി എന്നുള്ള ബോർഡ് വെച്ച ബസ്സിൽ മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്ത്രീകൾ പ്രധാനമായിട്ടും നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന ഈ പ്രിയദർശിനി ബസ്സുകളിൽ മാത്രം തിരഞ്ഞെടുത്ത് കയറുക, യാത്ര ചെയ്യുക. അതുപോലെ തന്നെ പലർക്കുമുള്ള മറ്റൊരു ഡൗട്ടാണ്, പ്രിയദർശിനി ബസ്സുകൾ യാത്ര ചെയ്യുമ്പോൾ മുൻകൂട്ടി നേരത്തെ രജിസ്റ്റർ ചെയ്യണോ എന്നുള്ളൊരു കാര്യം. ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളൊരു വഴി നിൽക്കുകയാണ്, ഒരു പ്രിയദർശിനി സ്റ്റിക്കർ പതിപ്പിച്ചൊരു ബസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ ബസ് കൈനീട്ടാം, ബസ്സിൽ കയറി യാത്ര തുടരാം. കണ്ടക്ടർ വരുമ്പോൾ നിങ്ങൾക്ക് കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 0 ഫെയർ ടിക്കറ്റ് ഉറപ്പായി നിങ്ങൾ എഴുതി മേടിക്കണം. അതിനുശേഷം നിങ്ങൾ യാത്ര തുടരാം. അല്ലാത്ത പക്ഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 500 രൂപ വരെ നിങ്ങൾക്ക് ഫൈൻ അടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടിയ അറിയിപ്പും കാര്യങ്ങളുമല്ല. അപ്പം അതനുസരിച്ച് നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെ യാത്ര തുടരുക. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന് പുറത്തു നിന്നുള്ള സ്ത്രീകൾക്ക് ഈ ഒരു യാത്ര ആനുകൂല്യം ലഭിക്കുമോ എന്നുള്ള കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ പല മെസ്സേജിലൂടെ ഞാൻ കണ്ടു. പക്ഷേ അതിൻ്റെ അകത്ത് സർക്കാർ പറഞ്ഞൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ കയ്യിൽ അവരുടെ തിരിച്ചറിയൽ കാർഡുകൾ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള യോഗ്യത അവർക്കുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്കും ഈ ഒരു സൗജന്യ യാത്രയിൽ പങ്കാളിയാകാം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നൊരു അറിയിപ്പുള്ളത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സ്ത്രീകൾക്ക് ഉറപ്പായിട്ടും നല്ല സഞ്ചാര സ്വാതന്ത്ര്യത്തോടെ സർക്കാർ അനുശാസിക്കുന്ന രീതിയിൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്.
ഇന്നലെ പല വീഡിയോസും കണ്ടു, ഒരുപാട് സ്ത്രീകളൊക്കെ പല സ്ഥലത്തും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിട്ട് കണ്ടു, അല്ലെങ്കിൽ മറ്റു പാർട്ടിയുടെ ഇടപെടലും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ അതിൽ നിന്ന് ഒഴിവായിട്ടൊന്ന് നിങ്ങൾക്ക് കിട്ടിയ ഒരു ആനുകൂല്യം നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക. ഞങ്ങൾ പുരുഷന്മാർക്ക് പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട വി ഡി സതീശൻ സാറ് പറഞ്ഞത്, പുരുഷന്മാർക്ക് ആനുകൂല്യം കൊടുത്തു കഴിഞ്ഞാൽ പുരുഷന്മാർ ആ പൈസ, ഉദാഹരണം പറഞ്ഞാൽ അവർക്ക് ആനുകൂല്യം കിട്ടുന്ന പൈസ അവർ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കും എന്നാണ് അദ്ദേഹം ഒരു അത്യാവശ്യം നർമ്മം കലർന്ന രീതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ആ ആനുകൂല്യം ലഭിക്കുന്ന പൈസ വീട്ടിലേക്ക് ചിലവാക്കത്തില്ല, പകരം അത് സർക്കാരിലേക്ക് തന്നെ എത്തും. അതായത് മനസ്സിലായില്ലേ, സാധനം മേടിച്ചടിക്കും, അപ്പോൾ അങ്ങനെ സർക്കാരിലേക്ക് ആ പൈസ കിട്ടും, പക്ഷെ കുടുംബത്തിലേക്ക് എത്തത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മറിച്ച് സ്ത്രീകൾക്കാണ് ഇങ്ങനെ ഒരു ആനുകൂല്യം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആനുകൂല്യം ലഭിക്കുന്ന ആ പൈസ സ്ത്രീകൾ വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കണക്കിന് പറഞ്ഞാൽ അത് ഒരു വശത്ത് സംഭവം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ കാര്യം ഉണ്ടായിരിക്കാം, കാര്യമില്ലായിരിക്കാം. പല വാദങ്ങളുള്ള ആൾക്കാർ ഒരു പക്ഷേ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുടെ കമൻസ് ഉറപ്പായിട്ടും ഈ വീഡിയോയുടെ താഴെ ഒന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ മാക്സിമം ആളുകളിലേക്ക് ഈ പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ഈ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യപ്പെടുത്തേക്കണം കേട്ടോ. അപ്പം ഇനിയും മറ്റ് പല വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.